നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് സാധാരണ ആരംഭിക്കാറുള്ളത് വാർത്താധിഷ്ഠിതമായ അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുള്ള ഏതെങ്കിലും വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് വ്യക്തിപരമായ വിഷയത്തിലേക്കാണ്. അതിന് കാരണം ന്യൂസ് 18 പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ്. ന്യൂസ് ട്രെൻഡ്സ് ടെലിവിഷനിലൂടെ കാണുന്നവർ, യൂട്യൂബിലൂടെ കാണുന്നവർ, ന്യൂസ് ട്രെൻഡ്സിൻ്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് എന്നെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ മുഖത്തിന് എന്തുപറ്റി, നിങ്ങളുടെ കഴുത്തിൽ എന്താണ് പാട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഒരു പരിചയവുമില്ലാത്ത നിരവധി ആളുകൾ ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. അത്ഭുതപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെലിഫോൺ നമ്പർ സമാഹരിച്ച് മൊബൈൽ ഫോണിലെ വാട്സപ്പിൽ ക്ലിപ്പുകൾ അടക്കം ഇതെന്തു പറ്റിയെന്ന് ചോദിച്ചവർ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം ന്യൂസ് 18 പ്രേക്ഷകർ ആയതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. പല സംശയങ്ങളാണ്. ഇത് പൊള്ളിയതാണോ, അപകടം പറ്റിയതാണോ, അസുഖമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ഞാൻ മറുപടി നൽകിയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒട്ടും സജീവമല്ല. വളരെ കുറച്ച് സമയം മാത്രമാണ് അതിൽ ചെലവഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ മറുപടി നൽകുന്നത്. ഇത് പൊള്ളിയതോ അപകടം പറ്റിയതോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ഒന്നുമല്ല. ഞങ്ങൾ ടെലിവിഷൻ അവതാരകർ സ്ക്രീനിലേക്ക് എത്തുന്നതിന് മുമ്പ് മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, കളർ ടോണിന് അനുസരിച്ചുള്ള. അതിൽ നിന്നുണ്ടായ അലർജിയാണ്. അത് ഭേദപ്പെട്ടു വരികയുമാണ്. ഇത് സൂചിപ്പിക്കാൻ കാരണം പലരും കമൻറ്റുകളിൽ പറയുന്നത് വിഷമിക്കേണ്ടതില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്, മാറി നിൽക്കരുത്, ഉടൻ സുഖം പ്രാപിക്കും എന്നൊക്കെയാണ്. അവരോടെല്ലാം സൂചിപ്പിക്കാനുള്ളത് മാധ്യമപ്രവർത്തകരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്നത് ഒരു വാർത്തയെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിൽ ആണ്. ആ വാർത്തയുടെ ആധികാരികതയിൽ ആണ്, ആ വാർത്തയുടെ വാർത്താ ധാരണയിൽ ആണ്. അതിനപ്പുറത്ത് രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതും കാര്യമാണ് എന്ന നിലയിൽ ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ടെലിവിഷൻ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ ഇന്നുണ്ട്. അതിനെ സോഷ്യൽ മീഡിയകൾ പിന്തുടരുന്ന സാഹചര്യവുമുണ്ട്. ഒരു പക്ഷേ അതിന് പ്രേക്ഷകർ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് വാർത്തയുടെ ആധികാരികതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് ആത്മവിശ്വാസത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചുറ്റും നിരവധിയായ ആളുകൾ ഇത്തരത്തിലൊക്കെ പ്രതിസന്ധി നേരിടുന്നവരുണ്ടോ? ഒരു പക്ഷേ ഇത് മാറാത്തൊരവസ്ഥയാണ് എങ്കിൽ പോലും എത്രയോ ആളുകൾ അത്തരത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർ ശോഭിക്കുന്നുണ്ട്. മാധ്യമരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ അവരെയൊന്നും മാറ്റി നിർത്തില്ല. ഒരു പക്ഷേ ചിലരൊക്കെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ചേർത്ത് പിടിക്കുന്ന സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു.